ഒന്നാമത്തെ ചോദ്യം, എന്നാണ് ചാന്ദ്രദിനം? എന്നാണ് ചാന്ദ്രദിനം? ഉത്തരം ജൂലൈ 21. രണ്ടാമത്തെ ചോദ്യം, നാം അധിവസിക്കുന്ന ഗ്രഹം? നാം അധിവസിക്കുന്ന ഗ്രഹം, അതായത് നാം താമസിക്കുന്ന ഗ്രഹം. ഉത്തരം ഭൂമി. മൂന്നാമത്തെ ചോദ്യം, ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള അകലം? ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള അകലം. ഉത്തരം 3,84,404 കിലോമീറ്റർ. നാലാമത്തെ ചോദ്യം, ചന്ദ്രൻ ഭൂമിയെ ചുറ്റാനെടുക്കുന്ന സമയം? ചന്ദ്രൻ ഭൂമിയെ ചുറ്റാനെടുക്കുന്ന സമയം. ഉത്തരം 27 ദിവസം 7 മണിക്കൂർ 43 മിനിറ്റ്. അഞ്ചാമത്തെ ചോദ്യം, ചന്ദ്രനിൽ വസ്തുക്കളുടെ ഭാരം എത്ര? ചന്ദ്രനിൽ വസ്തുക്കളുടെ ഭാരം എത്ര? ഉത്തരം ഭൂമിയിൽ അനുഭവപ്പെടുന്നതിൻ്റെ 1/6. ആറാമത്തെ ചോദ്യം, ചന്ദ്രനെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ പേര്? ചന്ദ്രനെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ പേര്. ഉത്തരം സെലനോളജി. ഏഴാമത്തെ ചോദ്യം, ചന്ദ്രൻ്റെ പ്രകാശം ഭൂമിയിൽ എത്താൻ എത്ര സമയം വേണം? ചന്ദ്രൻ്റെ പ്രകാശം ഭൂമിയിൽ എത്താൻ എത്ര സമയം വേണം? ഉത്തരം 1.3 സെക്കൻഡ്. എട്ടാമത്തെ ചോദ്യം, ചന്ദ്രനിൽ ധാരാളം കാണപ്പെടുന്ന മൂലകം? ചന്ദ്രനിൽ ധാരാളം കാണപ്പെടുന്ന മൂലകം. ഉത്തരം ടൈറ്റാനിയം. ഒൻപതാമത്തെ ചോദ്യം, ഒരു മാസത്തിൽ രണ്ടാമതായി കാണുന്ന ചന്ദ്രന് പറയുന്ന പേര്? ഒരു മാസത്തിൽ രണ്ടാമതായി കാണപ്പെടുന്ന ചന്ദ്രന് പറയുന്ന പേര്? ഉത്തരം ബ്ലൂ മൂൺ അഥവാ നീലചന്ദ്രൻ. പത്താമത്തെ ചോദ്യം, ചന്ദ്രൻ്റെ പലായന പ്രവേഗം എത്ര? ചന്ദ്രൻ്റെ പലായന പ്രവേഗം എത്ര? ഉത്തരം 2.4 കിലോമീറ്റർ പെർ സെക്കൻഡ്. അതായത് 2.4 കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ ഒരു വസ്തു നമ്മൾ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ നിന്ന് എറിഞ്ഞാൽ അത് ചന്ദ്രൻ്റെ അന്തരീക്ഷം കടന്നു പോകുന്നതാണ്. 11ാമത്തെ ചോദ്യം, മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് എപ്പോഴാണ്? മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് എപ്പോഴാണ്? ഉത്തരം 1969 ജൂലൈ 21. 12ാമത്തെ ചോദ്യം, ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ മനുഷ്യൻ? ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ മനുഷ്യൻ. ഉത്തരം നീൽ ആംസ്ട്രോങ്. 13ാമത്തെ ചോദ്യം, നീൽ ആംസ്ട്രോങ്ങിനൊപ്പം ചന്ദ്രനിൽ ഇറങ്ങിയ ആൾ? നീൽ ആംസ്ട്രോങ്ങിനൊപ്പം ചന്ദ്രനിൽ ഇറങ്ങിയ ആൾ. ഉത്തരം എഡ്വിൻ ആൻഡ്രിൻ. 14ാമത്തെ ചോദ്യം, മനുഷ്യൻ ചന്ദ്രനിൽ എത്തിയ വാഹനം? മനുഷ്യൻ ചന്ദ്രനിൽ എത്തിയ വാഹനം. ഉത്തരം അപ്പോളോ 11. 15ാമത്തെ ചോദ്യം, അപ്പോളോ 11 ഉണ്ടായിരുന്ന മൂന്നാമത്തെ ആൾ? അപ്പോളോ 11 ഉണ്ടായിരുന്ന മൂന്നാമത്തെ ആൾ. ഉത്തരം മൈക്കൽ കോളിൻസ്.